കാച്ചിലിനൊപ്പം മറ്റൊരു സന്തോഷവും. പേളിയും ശ്രീനിയും മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യം എന്താണ്? സൂചനകൾ ശരിയായാൽ ഇത് അത് തന്നെ. പുതിയ ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിയും. പാലുകാച്ചലിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിൽ. ഇതുകൂടാതെ വലിയൊരു സന്തോഷവും കൂടിയുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. മൂന്നാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണോ ഇവരെന്നായിരുന്നു ചിലർ ചോദിച്ചത്. സിനിമാ നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുകയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ചില സൂചനകൾ തന്നിരുന്നുവെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ. പേളി തന്നെ ആ വിശേഷം പറയുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ്, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ എടുത്തൊരു വീടാണ്. ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും. അതായത് ലീവിലുള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ ഒരു വീട്. പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ്. നിങ്ങൾ എത്ര പേർക്ക് അതറിയും എന്നറിയില്ല. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശ്രീനിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ പോയി താമസിക്കാറാണ്. അങ്ങനെയൊക്കെയാണ് എഴുതാൻ സമയം കണ്ടെത്താറുള്ളത്. അതെപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല. ഒരു വീക്കെൻഡ് ക്രിയേറ്റീവ് ഹോം ആയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് കൂടിയുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഒരു സ്പെഷ്യൽ ന്യൂസ് ആണ്. ഇപ്പോൾ പറഞ്ഞാൽ നേരത്തെയായി പോവും. വൈകാതെ തന്നെ നിങ്ങളോടത് പറയും. നിങ്ങളുടെ കമന്റ്സ് സ്നേഹവുമെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. കമന്റ്സുകളൊക്കെ വായിക്കാറുണ്ടെന്നും പേളി വ്യക്തമാക്കിയിരുന്നു. ചെന്നൈയിൽ നിന്നും ശ്രീനിയുടെ അമ്മയും അച്ഛനും പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുക്കാനെത്തിയിരുന്നു. പ്രാർത്ഥനയോടെയായിരുന്നു അമ്മ ഫ്ളാറ്റിലേക്ക് കാലെടുത്ത് വെച്ചത്. ഇവിടെ നിലുവിനും നിതാരയ്ക്കുമായും റൂം സെറ്റ് ചെയ്തിരുന്നു. അച്ഛമ്മയും നിലുവും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയിലുണ്ടായിരുന്നു. ഇതൊന്നും കാണിക്കല്ലേ എന്ന് നിള ശ്രീനിയോട് പറയുന്നുണ്ടായിരുന്നു. അച്ഛനും ഡാഡിക്കും അമ്മയ്ക്കും മമ്മിക്കും കാച്ചിയപ്പാൽ നൽകുമ്പോൾ ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് നീട്ടിയിരുന്നു പേളി. നിങ്ങൾ എല്ലാവരും ഇത്രയും നാളും കൂടെ നിന്നതിന് നന്ദിയെന്നും ഇരുവരും പറഞ്ഞിരുന്നു. വീടിനെ കുറിച്ചുള്ള അഭിപ്രായവും പേളി എല്ലാവരോടും ചോദിച്ചിരുന്നു. എല്ലാം നന്നായിരിക്കുന്നു. ഇതുപോലെ വലിയൊരു വീട് കെട്ടണം എന്നാണ് എന്റെ ആഗ്രഹമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. നല്ല നീറ്റാണ് എല്ലാം. ഫിനിഷിങ്ങുമുണ്ട്. എനിക്കിഷ്ടമായെന്നായിരുന്നു മമ്മി പറഞ്ഞത്. പിള്ളേരുടെ റൂം എനിക്ക് നന്നായി ഇഷ്ടമായെന്നായിരുന്നു മമ്മി പറഞ്ഞത്. വീട് സൂപ്പർ ആയെന്നായിരുന്നു അച്ഛന്റെ കമന്റ്. പേളിയുടെ വീക്കെൻഡ് ഹൗസ് ആയിട്ടാണ് അവരിത് നോക്കിയിട്ടുള്ളത്. വല്ലപ്പോഴും വന്ന് കഥ എഴുതുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണെന്നായിരുന്നു ഡാഡി പറഞ്ഞത്. പാല് കാച്ചുന്ന വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടെന്നായിരുന്നു ആദ്യം കരുതിയത്. ഇതൊരു പ്രൈവറ്റ് മൊമെന്റ് ആണല്ലോ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇതുപോലെയായിരുന്നു നിളയുടെ ഫസ്റ്റ് ഡേ സ്കൂളും. ഞാൻ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കുറെ പേർ നിങ്ങൾ എന്നാണ് വീട് മാറുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു.